ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചന്റെ നിര്യാണത്തില് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ്. അദ്ദേഹം ഒരുമിച്ച് ഞാൻ ചെയ്ത അനശ്വരങ്ങളായ ഏതാണ്ട് 20ഓളം ഗാനങ്ങള്. ഞാൻ അച്ഛനായിട്ട് ആദ്യം ചെയ്ത പാട്ട് തൃക്കൈകളിൽ പൂജ്യ പാദങ്ങളിലാണ്. അറിയാലോ അല്ലേ? തൃക്കൈകളിൽ പൂജ്യ പാദങ്ങൾ ഏറ്റവും ആദ്യത്തെ പാട്ടാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള. അത് വളരെ വളരെയധികം ഫേമസ്, പ്രശസ്തി കിട്ടിയൊരു പാട്ടാണ്. അത് നമ്മുടെ ദേവാലയങ്ങളെല്ലാം പാടുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ രചന ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഒരിക്കല് അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പനച്ചിക്കലോട് പറഞ്ഞു, പനച്ചിക്കലച്ച എനിക്ക് തൃക്കൈകളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് വേണം. എൻ്റെ ഓഡിയോ ടൈറ്റിൽ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ്, അതുകൊണ്ട് തൃക്കൈകളും തുടങ്ങണമെന്ന് പറഞ്ഞു ആ പാട്ട്. അത് എന്ത് പറഞ്ഞു, ലേനകിലിച്ച എനിക്കൊരു പേപ്പറും പേനയും തരിക. അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അത് നേരെ പള്ളിയിലേക്ക് പോയി, ഞങ്ങളുടെ ചാപ്പലിലേക്ക് പോയി. 1 മണിക്കൂർ അവിടെ ഇരുന്നു ദൈവഗാനത്തിന്റെ മുമ്പിൽ. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഈ പാട്ട് എഴുതിക്കൊണ്ട് വരികയാണ്. ഒരു വാക്കുപോലും അതിൽ നിന്ന് മാറ്റാനോ കൂട്ടാനോ ഒന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ഔഫറ്ററി ഗാനമായിട്ടത് മാറി. നിൻ ജീവനിൽ ദിവ്യ വിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. എന്താണല്ലേ എൻ്റെ അർത്ഥം? ഒരു ആഴമായ ഒരു തിയോളജിയാണത്. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെയധികം ഡിസ്കസ് ചെയ്യും. അദ്ദേഹം എത്ര മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറാണ്. ചെറിയ കറക്ഷൻസ് പോലും അദ്ദേഹം മാറ്റിത്തരും, പൂർണ്ണത കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അതൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കും എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഒരു പാട്ട് കഴിയുമ്പോൾ നമുക്കൊരു പുസ്തകം വായിച്ചതിന്റെയൊക്കെ ഫലമാണ് കിട്ടുന്നത്.